ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും ടെലിം ഇൻ്റർനാഷണൽ അക്കാഡമിയുടെ ആദ്യ സയൻസ് ആൻഡ് ടെക്നോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള പേപ്പറാണ്. ഇതിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ ആകെ ഒരു ചാപ്റ്റർ ഉള്ളൂ, അത് ഈ ചാപ്റ്ററാണ്. അപ്പം മെഷർമെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അളവുകൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളില്ലേ. അപ്പം നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനും ഓരോരോ അളവുകൾ വെച്ചിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത്ര കിലോമീറ്റർ ആണ്. അല്ലെങ്കിൽ ഒന്നിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത്ര ഗ്രാം ആണ്, അല്ലെങ്കിൽ അത് ഇത്ര കിലോഗ്രാം ആണ്. അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളെല്ലാത്തിനും ഒരു അളവുകൾ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് എന്താണ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ എന്താണ് അളവ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് ഈസ് എ ബേസിക് സ്കെയിൽ വിച്ച് ഫോംസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് വി ഡു. അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ പരിഗണിക്കുന്നേ ഇല്ല. ആ ഒരു പരിഗണന ഇല്ലാതെ അതിനെല്ലാത്തിനും നമ്മൾ എന്ത് പറയേണ്ട ഒരു അളവുകൾ പറയുന്നുണ്ട് അല്ലേ. അപ്പം നമ്മളിപ്പോൾ എത്ര ടൈം വർക്ക് ചെയ്തു, അപ്പോൾ അത് ഇത്ര ഹവർ അല്ലെങ്കിൽ അത് ഇത്ര മിനിറ്റ് ആണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെയും നമുക്കൊരു അളവായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്? ഒരു സമയം അല്ലെങ്കിൽ ഒരു ടൈം, അതിൻ്റെ ഒരു യൂണിറ്റ് നമ്മൾ ഹവർ അല്ലെങ്കിൽ മിനിറ്റ് എന്ന് വെച്ചിട്ടാണ് നമ്മളതിനെ സൂചിപ്പിക്കുന്നത്. So from day-to-day activity like buying fruits, vegetables, measuring food for cooking, all required measurement. അതായത് നമ്മൾ കടയിൽ ചെന്നിട്ട് എന്ത് വാങ്ങിക്കുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ എന്ത് പറയണം? അളവ്, എത്ര അളവ് നമുക്ക് വേണമെന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. പറഞ്ഞാലേ നമുക്കത് കിട്ടത്തുള്ളൂ. Then even if your friends are racing, you can tell which one ran fastest because of the time measurement. അതായത് നമ്മൾ പറഞ്ഞു സമയം എന്ന് പറയുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള അളവാണ്. നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവർ ആരാണ് അതിൽ ഏറ്റവും വേഗതയിൽ ഓടുന്നത് എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ ആ ഒരു അവരുടെ ടൈം വെച്ചിട്ട്, അല്ലെങ്കിൽ ആരാണ് എത്ര ടൈമിൻ്റെ ഉള്ളിൽ അത് കവർ ചെയ്തു അല്ലെങ്കിൽ ഓടി എത്തിയ എന്നുള്ള ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിൽ വേഗത കൂടിയ ആളെ കണ്ടെത്തുന്നത്. Then science and technology helps us in making precise measurements for our daily life activities such as stitching, cooking, sports, shopping, traveling, etc. അതായത് ശാസ്ത്രവും ഇതുപോലത്തെ സാങ്കേതികമായിട്ടുള്ള വിദ്യകളും ഒക്കെ നമ്മൾ ഇന്നത്തെ ലൈഫിൽ എന്തുണ്ട്? നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. എന്നും നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികൾക്ക് എന്തുണ്ട്? അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് എന്താവശ്യമാണ്? ഇത്തരത്തിലുള്ള മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ അളവുകൾ നമുക്ക് ആവശ്യമാണ്. നമ്മൾ പറഞ്ഞു എന്താണ് മെഷർമെൻറ്റ് അല്ലെ. വാട്ട് ഈസ് മെഷർമെൻറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ്സ് വെൻ വി ഡിഫൈൻ മെഷർമെൻറ്റ് ടു ബി എ കൗണ്ടിങ് ഓഫ് ദ നമ്പർ ഓഫ് time a chosen scale is used. That is measurement, the process of associating numbers with physical quantities and phenomena. അതായത് മെഷർമെൻറ്റ് അല്ലെങ്കിൽ അളവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? അതെന്താണ്? ഒരു കൗണ്ടിങ് സിസ്റ്റമാണ് അല്ലെങ്കിൽ എണ്ണലാണ്. എങ്ങനെ? ഒരു സ്കെയിൽ അല്ലെങ്കിൽ ഒരു അളവുകോൽ എടുത്തു കഴിഞ്ഞാൽ ആ അളവുകോൽ നമ്മൾ എത്ര തവണ യൂസ് ചെയ്തു, എത്ര തവണ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ കൗണ്ടിങ് ആണ് എന്തെന്ന് പറയുന്നത്? ഒരു അളവ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. Then measurement is fundamental to the sciences, to construction and other technical fields and to almost all everyday activities. Measurement അല്ലെങ്കിൽ അളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ടു ദ സയൻസ്. അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അളവുകളാണ്. നമുക്ക് എല്ലായിടത്തും അളവുകൾ ആവശ്യമാണ് അല്ലേ. ഇന്നത്തെ നമ്മൾ പറഞ്ഞു, നമ്മളെല്ലാ ഒരു ലൈഫിൽ നമ്മളൊരാളെ ലൈഫിൽ അന്ന് നടക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? അളവുകൾ വെച്ചിട്ടാണ്. For that reason, the elements, conditions, limitations and theoretical foundations of measurement have been studied. അതുകൊണ്ട് തന്നെ എന്തുണ്ട്? നമുക്ക് ഈ ഒരു അളവ് എടുത്തു കഴിഞ്ഞാൽ ഒരളവിൻ്റെ അതിനുണ്ടായിരിക്കേണ്ട കണ്ടീഷൻസ്, അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരളവിനുണ്ടായിരിക്കുന്ന ലിമിറ്റേഷൻസ്, പരിമിതികൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ തിയററ്റിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഒരു സൈദ്ധാന്തിക അടിത്തറ അല്ലെങ്കിൽ ആ ഒരു അളവിൻ്റെ അടിത്തറ എന്താണ്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതലായി പഠിക്കേണ്ടതുണ്ട്. അപ്പം ഈ ഒരു അളവിന് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് യു നീഡ് ടു വെയ് എ കാർട്ടൺ ഫുൾ ഓഫ് ബുക്സ്, യു വുഡ് യൂസ് എ വെയിങ് സ്കെയിൽ ആൻഡ് സീ ഹൗ മെനി കിലോഗ്രാംസ് വെയ്റ്റ്സ് യു നീഡ് ടു കറക്റ്റ്ലി വെയ് ദ കാർട്ടൺ. അഗെയിൻ എ കൈൻഡ് ഓഫ് കൗണ്ടിങ്. ഹിയർ മെഷർമെൻറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് യൂസിങ് വെയിങ് മെഷീൻ.
അതായത് നമ്മൾ ബുക്കൊക്കെ വെക്കുന്ന ഷെൽഫിന് അതിന് എത്ര വെയിറ്റ് ഉണ്ട് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വെയിങ് മെഷീൻ അല്ലേ, അതെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ തൂക്കുക. അപ്പം നമുക്ക് ഇവിടെ മെഷർമെൻറ്റിന് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഘടകം അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, വെയിങ് മെഷീൻ ആണ്. ഇനിയുള്ളത് എന്തിനാണ് നമ്മൾ മെഷർമെൻറ്റ് നടക്കുന്നത്, അല്ലെങ്കിൽ വൈ ഡു വി നീഡ് ടു മേക്ക് എ മെഷർമെൻറ്റ്, എന്തിനാണ് ഒരളവ് നടത്തുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഒരു അളവിനെ വെച്ചിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. The need for measurement is accuracy for any construction or creation. അതായത് ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് എത്രത്തോളം അക്യുറസി അല്ലെങ്കിൽ അതിന് എത്രത്തോളം കൃത്യത ഉണ്ടായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്, അവിടെ എടുക്കുന്ന അളവുകളാണ്. ആ ഒരു അളവ് ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ എന്തായിരിക്കും, വളരെയധികം കൃത്യത ഉണ്ടായിരിക്കും. അല്ല, അതിൻ്റെ അളവുകൾ തെറ്റിക്കഴിഞ്ഞാൽ എന്തായി, കൃത്യത നഷ്ടപ്പെടും. Then the absence of a suitable measurement may lead to conflicts between them. അതുപോലെ തന്നെ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു കറക്റ്റ് ഉള്ള ഒരു അളവ് രണ്ട് വസ്തുക്കൾ തമ്മിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള അളവുകൾ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവയ്ക്കിടയിൽ എന്തുണ്ടാക്കും, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംഘർഷം ഉണ്ടാക്കും. സംഘർഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തല്ല് പിടി അങ്ങനെ ഒന്നല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 2 സബ്സ്റ്റൻസ് എടുത്തു, 2 ആപ്പിൾ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ആപ്പിളിൻ്റെയും വെയിറ്റ് അറിയണം. അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് പറയുകയാണ് ഇത് ഇത്ര കിലോഗ്രാം അല്ലെങ്കിൽ ഇത്ര ഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടില്ല. പക്ഷെ ഒരു വെയിങ് മെഷീനോ അല്ലെങ്കിൽ കറക്റ്റ് അളവെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ആപ്പിളിൻ്റെയും നമുക്ക് വെവ്വേറെ അളവെടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് അളവ് അറിയാൻ കഴിയും. അതാണ് പറയുന്നത്. Then measurement is an essential activity in our everyday life. പറഞ്ഞതുപോലെ അളവ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ എവറിഡേ ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. Street vendors make use of measurement while selling fruits in terms kilogram per rate. അതായത് നമ്മൾ പറഞ്ഞു ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, അളവുകൾ, കിലോഗ്രാം എന്നുള്ളൊരു അളവ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. For measurement we require specific scale which is called unit. അതായത് ഒരു സാധനത്തിന് അളക്കണം എന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എന്ത് വേണം, അളവ് കോൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സ്കെയിൽ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള അളവ് കോലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് യൂണിറ്റ്, വാട്ട് ഈസ് എ യൂണിറ്റ് എന്നാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് യൂണിറ്റ്? A unit is a measure, device or a scale in terms of which we make physical measurement. അതെന്താണ്, ഒരു അളവ് കോലിൽ പറയുന്ന ഒരു ടേം ആണ് എന്ത് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ യൂണിറ്റ് ഈസ് എ മെഷർ, ഡിവൈസ് ഓർ എ സ്കെയിൽ ഇൻ ടേംസ് ഓഫ് വിച്ച് വി മേക്ക് ഫിസിക്കൽ മെഷർമെൻറ്റ്. അതായത് ഭൗതികപരമായിട്ട് നമ്മൾ ഒരു വസ്തുവിനെടുത്ത് അളക്കുകയാണെങ്കിൽ അതിൽ കിട്ടുന്ന അളവ് കോലിന് നമ്മൾ എന്തെന്ന് പറയും, യൂണിറ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു ആപ്പിൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിൾ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനിപ്പോൾ ഒരു 100 ഗ്രാം എന്ന് പറയുകയാണെങ്കിൽ ആ ഗ്രാം ആണ് അവിടെ എന്ത് എന്ന് പറയുന്നത്, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുക. Then the value of physical quantity consists of 2 parts, a numerical quantity and a unit, and is equal to their product. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ, ഒരു ഭൗതികപരമായിട്ടുള്ള ഒരു അളവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് 2 പാർട്ടാണ് ഉണ്ടാവുക. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു ആപ്പിളിനെ എടുത്ത് തൂക്കിക്കഴിഞ്ഞാൽ അതിന് 100 ഗ്രാം എന്ന് പറഞ്ഞു. അവിടെ 100 ഗ്രാം എന്ന് പറയുന്നത് 2 പാർട്ടാണ്. 100 എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ന്യൂമറിക്കൽ പാർട്ടാണ്. അതുപോലത്തെ ഗ്രാം എന്ന് പറയുന്നത് എന്താണ്, അത് അതിൻ്റെ യൂണിറ്റ് പാർട്ടാണ്. Then value of physical quantity is equal to numerical quantity into unit. അതായത് ഒരു ക്വാണ്ടിറ്റിയുടെ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള ഒരു വസ്തുവിൻ്റെ വാല്യൂ, മൂല്യം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അളവാണ് പറയുക. അതായത് 100 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാം അങ്ങനെയാണ് പറയുക. അപ്പോൾ അതിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വാല്യൂ എന്താണ്, ഒരു മൂല്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുകയാണ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്പിൾ തന്നെ എടുക്കുകയാണ്. ആ ആപ്പിളിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ആ ആപ്പിൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അതാണ് അതിൻ്റെ വാല്യൂ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിന് തുല്യമാണെന്നാണ് പറയുന്നത്, ന്യൂമറിക്കൽ പാർട്ട് ഇൻറ്റു യൂണിറ്റ്. അതായത് നമ്മൾ പറഞ്ഞു 100 ഇൻറ്റു ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം, അതാണ് എന്തെന്ന് പറയുന്നത്, വാല്യൂ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്.
ദെൻ ഒരു യൂണിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എ യൂണിറ്റ് ഷുഡ് ബി റെലവൻറ്റ് ഫോർ ദ ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ്. ഒരു യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കണം? റെലവൻ്റ് ആയിരിക്കണം. റെലവൻറ്റ് എന്ന് പറഞ്ഞാൽ സൗകര്യപ്രദമായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ദൂരം അളക്കുകയാണ്. ആ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇപ്പോൾ ഒരു മീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റില്ല? 1 കിലോമീറ്റർ എന്നോ അല്ലെങ്കിൽ 1000 കിലോമീറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ എന്താണ് നല്ലത്? 1 മീറ്റർ എന്നാണ് നല്ലത്. അതാണ് പറയുന്നത് സൗകര്യപ്രദമായിരിക്കണം അല്ലെങ്കിൽ റെലവൻ്റ് ആയിരിക്കണം ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫർദർ ദ യൂണിറ്റ് ഷുഡ് ബി കൺവീനിയൻ്റ് ആൾസോ. അതുപോലെ തന്നെ എന്തായിരിക്കണം? അത് യോജിക്കുന്നതായിരിക്കണം. അതിപ്പോൾ രണ്ടാൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ പറയാൻ പറ്റുക? 1 മീറ്റർ എന്നാണ് പറയാൻ പറ്റുക. അല്ലാതെ 1 കിലോഗ്രാം എന്നല്ല, 1 മീറ്റർ എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് പറഞ്ഞത്. അത് യോജിക്കുന്നതായിരിക്കണം അല്ലെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം? കൺവീനിയൻ്റ് ആയിരിക്കണം. Then in addition to being relevant and convenient, a unit should also be well defined. അതെന്തായിരിക്കണം? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ടതായിരിക്കണം. അതായത് നമ്മൾ പറഞ്ഞു റെലവൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കൺവീനിയൻറ്റും ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടാതെ ഇതിന് പുറത്ത് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞത് എന്തായിരിക്കണം? ഓൾവൈസ് ഇറ്റ് ഷുഡ് ബി ഡിഫൈൻഡ്. അല്ലെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കണം? ഒരു നിർവചിക്കപ്പെട്ട ഒരു യൂണിറ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി വെൽ അണ്ടർസ്റ്റുഡ് ബൈ അതർ പീപ്പിൾ. അതായത് എന്താ നമ്മൾ പറഞ്ഞു ഡിഫൈൻഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതെന്താണ്. അതായത് ഇപ്പം മീറ്റർ എന്നുള്ളൊരു യൂണിറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം. അത് ദൂരത്തെയാണ് അളക്കുന്നത് അല്ലെങ്കിൽ 2 പേർ തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം, അതൊക്കെയാണ് മീറ്റർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കിലോമീറ്ററിനെ കൊണ്ടും ഉദ്ദേശിക്കുന്നത് അതാണ്. മറിച്ച് ഇപ്പം നമ്മൾ ഗ്രാമും കിലോഗ്രാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊരു വസ്തുവിൻ്റെ ഭാരത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം. അതാണ് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി മേ എക്സ്പ്രസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൈ ഹൗസ് ആൻഡ് നിയർ ബൈ ഷോപ്പ് ആസ് 200 സ്റ്റെപ്സ്. അതായത് ഇപ്പോൾ നമ്മൾ അതിനൊരു എക്സാമ്പിൾ പറയാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും അല്ലെങ്കിൽ എൻ്റെ വീടും വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പും തമ്മിൽ 200 അടി അകലമുണ്ടെന്ന്. അപ്പോൾ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് അതിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടികൾ എന്നാണ്. അത് നമുക്കറിയാം അതൊരു യൂണിറ്റ് ആണ്. ആ യൂണിറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരത്തെ സൂചിപ്പിക്കുന്നു. ഇനിയുള്ളത് നമ്മൾ ഈ അളവുകൾ ഇന്നത്തെ കാലത്താണ് ഇത് പിന്നെ മീറ്റർ അല്ലെങ്കിൽ കിലോഗ്രാം അതുപോലത്തെ അല്ലെങ്കിൽ സെക്കൻഡ് അതുപോലത്തെ അളവുകളായി വന്നത് ഇന്നത്തെ കാലത്താണ്. പക്ഷെ കുറച്ച് മുമ്പ് എന്തുണ്ടായിരുന്നു? അളവുകൾ നടത്തിയിരുന്നു. അതൊക്കെ എന്തിൻ്റെ വേസിലായിരുന്നു അല്ലെങ്കിൽ അതെങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഷ്യന്റ് വേസ് ഓഫ് മെഷർമെൻറ്റ്. Some of these were, first one is the digit, the width of a single finger. അതായത് നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന കുറച്ച് മെഷർമെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ അളവുകൾ അളക്കാൻ യൂസ് ചെയ്തിരുന്ന കുറച്ച് മെത്തേഡ്സ് വഴികളാണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത് പറയുന്നത് ഡിജിറ്റാണ്. ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു സിംഗിൾ ഫിംഗർ എടുത്തു കഴിഞ്ഞാൽ ഒരു വിരലിൻ്റെ നീളം, അതിനെയാണ് നമ്മൾ ഡിജിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ ഫൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൂട്ടിൻ്റെ ഒരു കാൽപാദത്തിൻ്റെ അളവ്, അതിനെയാണ് നമ്മൾ ഫൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്യൂബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈപ്പത്തിയുടെ അളവ്, അതാണ് ക്യൂബിറ്റ്. And then hand span, അതായത് the distance between the tip of the thumb and the tip of the little finger when the hand is fully stretched. അതായത് നമ്മൾ കൈ ഇങ്ങനെ ഫുള്ളി സ്ട്രെച്ചഡ് ആയിരിക്കുന്ന ടൈമിൽ ഈ എൻഡും അതുപോലെ തന്നെ ചെറുവിരലിൻ്റെ ഈ എൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാൻഡ് സ്പാൻ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ യൂസ് ചെയ്തിരുന്ന മറ്റൊരു യൂണിറ്റ് ആയിരുന്നു ഫത്തോം എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഇന്ത്യൻ മെഷർമെൻറ്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന അളവുകൾ അല്ലെങ്കിൽ അളവുകൾ യൂസ് ചെയ്ത സിസ്റ്റം, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് ആൻഷ്യൻ പീരീഡ്സിൽ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഇന്ത്യൻ മെഷർമെൻറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. The lengths of shadows of trees or other objects were used to know the approximate time of the day. അതായത് പണ്ട് കാലങ്ങളിൽ മരത്തിൻ്റെയൊക്കെ നിഴലിൻ്റെ നീളം വെച്ചിട്ട് എന്ത് ചെയ്തിരുന്നു? ദിവസത്തിലെ സമയം കണക്കാക്കിയിരുന്നു. അതായത് ഒരു മരം എത്രത്തോളം അതിൻ്റെ നീളമുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ട് അന്നത്തെ ആളുകൾ എന്ത് ചെയ്തിരുന്നു? ടൈം ഇത്രയായി അല്ലെങ്കിൽ സമയം ഇത്രയായി എന്ന് പറഞ്ഞിരുന്നു. Then long time durations were expressed similarly. ഇതുപോലെ തന്നെ ആയിരുന്നു എന്തും ചെയ്തിരുന്നത്? കുറേ അധികം അല്ലെങ്കിൽ ലോങ് ടൈം ഡ്യൂറേഷൻ, വലിയ ഡ്യൂറേഷൻസും എന്താ ചെയ്തിരുന്നത്? ഇതുപോലെ തന്നെയായിരുന്നു അവർ മെഷർ ചെയ്തിരുന്നത്.
Then around 2400 years ago, during the Chandragupta Maurya period, there was a well-defined system for weights and measures. അതായത് ഏകദേശം 2400 വർഷങ്ങൾക്ക് മുമ്പ് മൗര്യഗുപ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ സമയത്ത് അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പീരീഡിൽ എന്ത് ചെയ്തിരുന്നു, ഭാരത്തിനൊക്കെ കറക്റ്റ് അതിൻ്റെതായിട്ടുള്ള അളവുകൾ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അന്നൊന്നും എന്തായിരുന്നില്ല, ഇത്തരത്തിലുള്ള ഗ്രാമും കിലോഗ്രാം എന്നായിരുന്നില്ല, വേറെ തരത്തിലുള്ള ചില അളവുകളായിരുന്നു. അത് നമുക്ക് നോക്കാം. According to this system, the smallest unit of length was 1 parmanu. അതായത് നമ്മൾ പറഞ്ഞു അന്നത്തെ കാലത്ത് ഒരു മെഷർമെന്റ് ഉണ്ടായിരുന്നു പറഞ്ഞു, പക്ഷെ ഇന്നത്തെ പോലെ എന്തായിരുന്നു, കിലോഗ്രാമോ മീറ്റർ ഒന്നും ആയിരുന്നില്ല പറഞ്ഞു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ലെങ്ത് അല്ലെങ്കിൽ നീളത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് 1 പർമാണു എന്നാണ് പറഞ്ഞിരുന്നത്. ആൻഡ് സ്മോൾ ലെങ്ത്സ് വർ മെഷർഡ് ഇൻ ആംഗിൾസ്. ഇതിലും ചെറിയ മെഷേഴ്സ് എന്ത് ചെയ്തിരുന്നു, ഒരു ആംഗിൾ വെച്ചിട്ടായിരുന്നു അളന്നിരുന്നത്. ദെൻ ഫോർ ലോങ് ഡിസ്റ്റൻസസ് യോജന വാസ് യൂസ്ഡ്. അതായത് ചെറിയ അളവുകൾ അളക്കാൻ എന്ത് ചെയ്തു, ആംഗിൾ യൂസ് ചെയ്തു. മറിച്ച് ലോങ് ഡിസ്റ്റൻസ് നീളം കൂടിയ അളവുകൾ അളക്കാൻ എന്ത് ചെയ്തു, യോജന എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ് യൂസ് ചെയ്തിരുന്നത്. Then 1 യോജന is roughly equal to 10 kilometers. അതായത് അന്നത്തെ 1 യോജന എന്ന് പറയുന്നത് ഇന്നത്തെ 10 കിലോമീറ്റർ തുല്യമായിരുന്നു എന്നാണ് പറയുന്നത്. ഇനിയുള്ളത് അവിടെ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ദ പീരീഡ് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. അതായത് ചന്ദ്രഗുപ്ത മൗര്യയുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വിവിധ തരം മെഷർമെൻറ്റ്സ്, വിവിധ തരം അളവുകോലുകളാണ് നമ്മളവിടെ പറയുന്നത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് 8 പർമാണുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രാജഖാൻ എന്നായിരുന്നു പറയാം. ഇറ്റ് ഈസ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾ ഫ്രം ദ വീൽ ഓഫ് എ ചാരിയറ്റ്. ആൻഡ് ദെൻ 8 രാജഖാൻ ഈസ് ഈക്വൽ ടു 1 liksha, and then 1 liksha is equal to 1 yukamadya, and 8 yukamadya is equal to 1 yavamadya, and 8 yavamadyas is equal to 1 angle, and 8 angle is equal to 1 dhanumushti. And just നോട്ട് ചെയ്ത് വെച്ചാൽ മതി, അങ്ങനെ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയുള്ളത് നമ്മൾ പറഞ്ഞു ഇപ്പം ഇന്ത്യൻ മെഷർ സിസ്റ്റം ആൻഷ്യൻ പീരീഡ്സിൽ എങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് മധ്യകാലത്ത് എങ്ങനെയായിരുന്നു ഇന്ത്യൻ മെഷർമെൻറ്റ് സിസ്റ്റം എന്നാണ്. ഇറ്റ് ഈസ് ദ മെഡീവിയൽ പീരീഡ് ഓർ മെഡിയവൽ പീരീഡ് എന്നും പറയും. In the medieval period, also the measurement system was in practice, as described in Ain al-Akbari by Abdul Fazil Allami. During the period of Mughal Emperor Akbar, the gauge was used as the unit of measuring length. അതായത് മധ്യകാലത്ത് ജീവിച്ചിരുന്ന കുറച്ച് പേരായിരുന്നു മുഗൾ എംപറർ അക്ബർ എന്നൊക്കെ പറയുന്നത്. അവരുടെയൊക്കെ കാലത്ത് അബ്ദുൽ ഫസിൽ അല്ലമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, എയ്ൻ അൽ അക്ബാരി. അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പ്രകാരം അന്നത്തെ കാലത്ത് നീളം അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഗാസ് എന്നായിരുന്നു. ഗാസ് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഗ്യാസ് എന്നാണ് എഴുതുക, പക്ഷേ ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഗാസ്. ആ ഒരു യൂണിറ്റ് ആയിരുന്നു ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, നീളം അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ മെഷർമെൻറ്റ് സിസ്റ്റം ബ്രിട്ടീഷ് കാലങ്ങളിലാണ്, ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡാണ് ഇനി നമ്മൾ പറയുന്നത്. During this period, the inch, foot and yard were used to measure length, whereas grain, ounce, pounds, etc. were used to measure mass. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതുപോലത്തെ ഇഞ്ച്, അതുപോലെ ഫൂട്ട്, യാർഡ് അതൊക്കെ ആയിരുന്നു നീളം അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. മറിച്ച് ഒരു മാസം അല്ലെങ്കിൽ ഭാരം അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് എന്തൊക്കെയായിരുന്നു, ഗ്രെയിന്, ഔൺസ്, പൗണ്ട്സ് ഒക്കെ ആയിരുന്നു ഭാരം അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ കാണിച്ചിട്ടുള്ള ആ ഒരു ബോക്സിൽ എന്താ കാണിച്ചിരിക്കുന്നത്, റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് യൂണിറ്റ്സ് ഓഫ് മാസ് യൂസ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഭാരം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന യൂണിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവിടെ കാണിക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആണ്. അതായത് എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ളൊരു യൂണിറ്റ്, ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിൻ്റെ ആവശ്യകത എന്താണെന്നാണ്. നീഡ് ഫോർ എ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. As you would have concluded from the activity given above, the units based on parts of human body are arbitrary and inaccurate. The results of the measurements vary from person to person because size of the units is different for different person. അതായത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു
ആൻഷ്യൻ പീരീഡിലെയും മെഡീവൽ പീരീഡ്സിലെയും ബ്രിട്ടീഷ് പീരീഡ്സിലെയൊക്കെ അളവുകൾ എങ്ങനെയൊക്കെ ആയിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു കൈപ്പത്തിയുടെ അളവ്, അതുപോലെ തന്നെ കാലടി അല്ലെങ്കിൽ കാൽപാദത്തിൻ്റെ അളവ്, അതൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം രണ്ട് വ്യക്തികളുടെ കൈപ്പത്തികൾ തമ്മിലുള്ള അകലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വ്യക്തികളിലും എന്തായിരിക്കും, അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഞാനും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉള്ള ഒരാളുടെയും കൈപ്പത്തിയുടെ അളവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലിപ്പം എൻ്റെത് വലുതായിരിക്കാം, ചിലപ്പം മറ്റാളുടെ ചെറുതായിരിക്കാം, മറിച്ച് ചിലപ്പോൾ നേരെ തിരിച്ചും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. Then for example, the units like the cubit or a foot will depend on the person making measurement. This created problems in the trade between different countries and obviously in the day-to-day transactions. In order to overcome the limitations of body parts as units and to bring about uniformly in the measurement system, the need for exact measurement was felt. For this, a standard of measurements had to be developed which is acceptable to everybody. അതായത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ രണ്ടാളുകൾ തമ്മിൽ മെഷർമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് രണ്ടും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കാം എന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് ഓൾ കേസസിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ചില കേസസിൽ അപൂർവങ്ങളിൽ മാത്രമേ എന്താവത്തുള്ളൂ, രണ്ടാൾക്കാരുടെ കൈപ്പത്തികളുടെ നീളം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് തുല്യമായിട്ട് കിട്ടത്തുള്ളൂ. നമ്മളൊരു എക്സാമ്പിളാണ് കൈപ്പത്തി എന്ന് വെച്ചിട്ട് പറയുന്നത്. അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് മാർക്കറ്റിങ്ങിനെയും അതുപോലെ തന്നെ അതിൻ്റെ ട്രേഡിനും ഒക്കെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും, ബാഡ്ലി എഫക്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അളവ് അല്ലേ, ഇപ്പോൾ അടികൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഫൂട്ട് വെച്ചിട്ട് പറയാം, ഞാനും മറ്റൊരാളും തമ്മിലുള്ള അകലെ ഞാൻ എന്ത് പറഞ്ഞു, 10 അടി ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ മറിച്ച് എന്നെക്കാളും ഫൂട്ട് നീളമുള്ള ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞാനും മറ്റൊരാളും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 7 അടിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായി, 3 അടിയുടെ ഡിഫറൻസ് അവിടെ വന്നു. അപ്പോൾ അത് ഞങ്ങൾ തമ്മിലുള്ള അകലത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ ഇത് അതിൻ്റെ ട്രേഡിലും മാർക്കറ്റിങ്ങിലും ഒക്കെ എന്ത് ചെയ്തു, ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള യൂണിറ്റ്സിനെ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് എടുക്കാൻ പറ്റത്തില്ല, പക്ഷേ യൂണിഫോംലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ് വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. യൂണിഫോംലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി അംഗീകരിച്ച ഒരു യൂണിറ്റ് വേണം എന്നെല്ലാവർക്കും മനസ്സിലായി. അങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ എല്ലാത്തിനും എല്ലാ അളവുകൾക്കും ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് വേണം എന്നുള്ള രീതിക്ക് എത്തുന്നത്. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് ഒരു മോഡേൺ മെഷർമെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു മോഡേൺ മെഷർമെൻറ്റ് സിസ്റ്റം പറയുമ്പോഴാണ് നമ്മളതിൽ ഓരോ മെഷർമെൻറ്റിനും കിട്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിനെ പറ്റി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. Immediately after the French Revolution, the French scientists took lead in establishing a new system of weights and measures. They advocated the establishment of national standards for the purpose and the use of decimal arithmetic system. In the course of development of units, a number of systems were adopted. അതായത് ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞ ഉടനെ അവരെന്ത് ചെയ്തു, എല്ലാത്തിനും എല്ലാ മെഷർമെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ഓരോ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയായ സമയത്ത് 2 systems which were extensively used were the CGS and MKS system. അങ്ങനെയായപ്പോൾ മെയിൻലി 2 യൂണിറ്റ് സിസ്റ്റംസ് ആണ് ഒരു യൂസ് ചെയ്തത്. ഒന്നാമത്തത് CGS സിസ്റ്റം ആൻഡ് MKS സിസ്റ്റം. അപ്പോൾ CGS സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ്, the CGS system was based on centimeter, gram and second and as the units for length, mass and time. While MKS system used meter, kilogram and second for the same. അതായത് CG സിസ്റ്റത്തിൽ പോലെ എന്ത് ചെയ്തിരുന്നത്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആയിട്ടും മാസിൻ്റെ യൂണിറ്റ് ഗ്രാം ആയിട്ടും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആയിട്ടും പറഞ്ഞു. അതുപോലെ തന്നെ MKS സിസ്റ്റത്തിൽ അവരെന്ത് ചെയ്തു, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മാസ് ആയിട്ടും വെയ്റ്റിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആയിട്ടും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആയിട്ടുമാണ് അതിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. In 1958, it was realized that the units defined as standard need to be redefined. Since 1983, it is defined as the length of the path traveled by light in vacuum. അതായത് ഇതൊരു നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞ ഉടനെയാണെന്ന് പറഞ്ഞു. ഫ്രഞ്ച് റവല്യൂഷൻ ഏകദേശം 1790 അത് കഴിഞ്ഞ ഉടനെയാണ് ഇത്തരത്തിലുള്ള CGSഉം MKSഉം ഒക്കെ വന്ന് തുടങ്ങിയത്. പക്ഷേ ഒരു 1958 ആയപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്ത്, ഈ യൂണിറ്റുകൾ ഒന്നും കൂടെ റീഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ അതിന് ഒന്നും കൂടെ നിർവചിക്കപ്പെടണം, അല്ലെങ്കിൽ അതൊന്നും കൂടെ അക്യുറസി ഉള്ളതായിരിക്കണം എന്ന് മനസ്സിലായി. അങ്ങനെ 1983 അവരെന്ത് ചെയ്തു, അതിന് റീഡിഫൈൻ ചെയ്തു. And the new exercise of redefining the system of units led to the birth of SI system of units, which is currently the system in use. അതായത്
നമ്മൾ പറഞ്ഞു ഈ ഒരു CGS-നെയും MKS-നെയും ഒക്കെ അതിനെ റീഡിഫൈൻ ചെയ്യണം എന്നുള്ള തീരുമാനത്തിലെത്തി, അല്ലെങ്കിൽ മനസ്സിലായി തുടങ്ങി. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിനെ റീഡിഫൈൻ ചെയ്തിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? SI സിസ്റ്റം എന്നാണ് പറയുക. ആ ഒരു സിസ്റ്റത്തിനാണ് SI സിസ്റ്റം എന്നാണ് പറയുക. ആ ഒരു SI സിസ്റ്റമാണ് എന്ത്, നമ്മളൊക്കെ ഇന്നും ഫോളോ ചെയ്തു വരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് SI സിസ്റ്റമാണ്. സോ ഇനി നമുക്ക് പറയാനുള്ളത് ആ ഒരു SI സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. An international system of units called SI system was adopted at the 11th General Conference on Weights and Measurements or CGPM in 1960. അതായത് 1960 നടന്ന ഒരു 11ാമത്തെ ജനറൽ കോൺഫറൻസിലാണ് ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ആയിട്ടുള്ള SI സിസ്റ്റത്തിനെ നിലവിൽ കൊണ്ടുവരുന്നത്. Then the SI system of units is based on the 7 base units corresponding to 7 base physical quantities. അതായത് SI സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 7 അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റുകളാണ്. അതായത് 7 അടിസ്ഥാനപരമായിട്ടുള്ള ക്വാണ്ടിറ്റീസിന് അളവുകൾക്ക് 7 അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റുകളാണ് ഈ ഒരു SI സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. The names and the symbols of the base physical quantities and their corresponding SI units are given below. അതായത് നമ്മൾ ഇനി പറയും ആ ഒരു SI സിസ്റ്റം, നമ്മൾ പറഞ്ഞു 7 SI സിസ്റ്റംസ് അല്ലെങ്കിൽ SI സിസ്റ്റത്തിൽ 7 യൂണിറ്റും 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസും പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ പറയും. അതിന് മുമ്പ് perhaps you may be confused by mass and amount of substance and also with luminous intensity as given in table. അതായത് നമ്മളിനി അവിടെ മാസ് എന്നുള്ളൊരു ടേമും പറയും, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭാരം അല്ലേ. അപ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു പദാർത്ഥത്തിൻ്റെ അളവ്. ഇത് രണ്ടും ഒന്നല്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിങ്ങളൊക്കെ എത്തും. അപ്പം മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ടോട്ടൽ ഭാരമാണ്. അതായത് നമ്മളൊരു ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ HCl എന്നുള്ളൊരു പദാർത്ഥം അല്ലെങ്കിൽ സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് എന്താണ്? 36.46 ഗ്രാമാണ്. പക്ഷേ അതിൽ എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അതിൽ പദാർത്ഥങ്ങൾ എത്രത്തോളം, അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 1 മോൾ എന്നാണ് പറയുക. അതാണ് ആ ഒരു മാസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നുള്ളതിൻ്റെ ഡിഫറൻസ് വരുന്നത്. Then the mass of body is the amount of matter contained in the body, while a mole is the amount of any substance equal to its molecular mass expressed in grams. അതായത് നമ്മൾ പറഞ്ഞു മാസ് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ ഭാരമാണ്, മറിച്ച് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു പദാർത്ഥത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വെച്ച് നമ്മൾ പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുള്ളത് HCl തന്നെയാണ്. Then the luminous intensity is the amount of light emitted by a point source per second in a particular direction. അതുപോലെ തന്നെ ഈ ഒരു SI സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമാണ്. അപ്പോൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ലൈറ്റിൻ്റെ എമൗണ്ട് ആണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിന്ന്, ഒരു കറക്റ്റ് പോയിന്റ് നിന്ന് ഒരു ഡയറക്ഷനിൽ എത്രത്തോളം ലൈറ്റ് പുറപ്പെടുവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു 7 സിസ്റ്റംസ് അല്ലെങ്കിൽ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതുപോലെ തന്നെ അവയുടെ സിംബൽസ് അതുപോലെ യൂണിറ്റ് അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ലെങ്ത് ആണ്. അതിൻ്റെ സിംബൽ നമ്മൾ കൊടുക്കുക സ്മോൾ ലെറ്റർ L വെച്ചിട്ടാണ്. ഇനി അതിൻ്റെ യൂണിറ്റ് SI സിസ്റ്റത്തിൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു മീറ്ററിന് നമ്മൾ അതിൻ്റെ സിംബൽ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ M ആണ്. ദെൻ അടുത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മാസ്. മാസിൻ്റെ സിംബൽ എന്ന് പറയുന്നത് M ആണ്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. കിലോഗ്രാമിൻ്റെ സിംബൽ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ K ആൻഡ് സ്മോൾ ലെറ്റർ G. ഇനി അടുത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ടൈം. ടൈമിൻ്റെ സിംബൽ സ്മോൾ ലെറ്റർ T. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. സെക്കൻഡിൻ്റെ സിംബൽ സ്മോൾ ലെറ്റർ S. ഇനിയുള്ള അടുത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇലക്ട്രിക് കറണ്ട് ആണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ സിംബൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ I. അതുപോലെ തന്നെ അതിൻ്റെ ഒരു SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. ആംബിയറിൻ്റെ സിംബൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ A. ഇനി അടുത്തൊരു ബേസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു താപനില. താപനിലയ്ക്ക് നമ്മൾ അതിൻ്റെ സിംബൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ T ആണ്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. കെൽവിൻ്റെ സിംബൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ K ആണ്. ഇനി അടുത്തൊരു
ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. നമ്മൾ പറഞ്ഞു മാസിൻ്റെ പുറത്ത് മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വരുന്നതാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൻ ആണ്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മോളാണ്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് മോൾ അല്ലെങ്കിൽ MOL, സ്മോൾ ലെറ്റർ MOL ആണ് മോളിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇനിയുള്ള ഒരു ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ L ആണ്, സ്മോൾ ലെറ്റർ L ആണ്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡിലയാണ്. എന്താ ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ C ആൻഡ് സ്മോൾ ലെറ്റർ D. ഇനിയുള്ളത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ് പറയാനുള്ളത്. ഇപ്പം നമ്മൾ SI യൂണിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി അതിൽ നിന്ന് കിട്ടുന്ന ഡിറൈവ്ഡ് യൂണിറ്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. The base or fundamental SI units like length, mass, time, etc. are independent of each other. അതായത് നമ്മൾ SI യൂണിറ്റിൽ പറഞ്ഞ മാസും ലെങ്ത്തും ടെമ്പറേച്ചറൊക്കെ എന്താണ്, പരസ്പരം ബന്ധമില്ല. അത് പരസ്പരം ആശ്രയിക്കാതെ നിൽക്കുന്ന ഓരോരോ ടേംസ് ആണ്. പക്ഷേ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുക ഏരിയ. ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഏരിയ കണ്ടെത്താനുള്ള മാർഗം എന്താണ്, ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ അത് രണ്ട് ലെങ്ത്തുകളെ ആശ്രയിച്ചിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? The SI units for all other physical quantities such as area, density, velocity can be derived in terms of the base SI units and are called derived units. അതായത് SI യൂണിറ്റിൻ്റെ ബേസിൽ നമ്മൾ മറ്റു തരത്തിലുള്ള യൂണിറ്റുകളെ പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്തരം യൂണിറ്റുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അതായത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന യൂണിറ്റ്സ് ആണ്. SI യൂണിറ്റ് എന്താണ്, ഉണ്ടാക്കിയതല്ല, അത് ഓൾവേസ് ദ സെയിം ആയിരിക്കും. Then in order to find the derived unit for a physical quantity, we have to find out the relationship between the physical quantity and the base physical quantities. Then substitute the units of the base physical quantities to find the desired derived unit. Some commonly encountered physical quantities other than base physical quantities, their relationship with the base physical quantities and the SI units are given. അതായത് നമ്മൾ പറഞ്ഞു ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണ്, അതിൽ രണ്ടോ അതിലധികമോ എന്തുണ്ടായിരിക്കും, SI ക്വാണ്ടിറ്റീസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ എന്താണ് ഒരൊറ്റ SI യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരൊറ്റ SI ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ തന്നെ രണ്ട് ടേംസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താണ് രണ്ട് ഡിഫറെൻറ്റ് ബേസ് ക്വാണ്ടിറ്റീസ് അതിൽ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് ഡിറൈവ്ഡ് യൂണിറ്റ്സിൻ്റെ ടേബിൾ ആണ് ആ കൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്ഥലത്തിൻ്റെ വിസ്തീർണം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് അളക്കുക, നീളം ഇൻറ്റു നീളമാണ് എന്തെന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ ആയി. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ എന്തിൻ്റെയൊക്കെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, വോളിയം അഥവാ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപ്തം, അതുപോലെ തന്നെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി പ്രവേഗം, ദെൻ ഉള്ളത് ആക്സിലറേഷൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വരണം, അതുപോലെ വേവ് നമ്പർ, പിന്നെ ഉള്ളത് ഡെൻസിറ്റി സാന്ദ്രത, അതുപോലെ തന്നെ പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക്. ഇതിൻ്റെയൊക്കെ യൂണിറ്റ്സ് ഡിറൈവ് ചെയ്തിട്ട് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഏരിയയുടെ യൂണിറ്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്, മീറ്റർ സ്ക്വയർ, വോളിയത്തിൻ്റെത് മീറ്റർ ക്യൂബ്, ആൻഡ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിൻ്റെത് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റേസ് ടു -1. അതുപോലെ ആക്സിലറേഷൻ്റെത് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ദെൻ വേവ് നമ്പറിൻ്റെത് മീറ്റർ ഇൻവേഴ്സ്, ഡെൻസിറ്റിയുടെ എന്താണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, വർക്കിൻ്റെ എന്താണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി നമ്മൾ പറയുന്നത് എ നമ്പർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ലൈക്ക് ഫോഴ്സ്, പ്രഷർ എക്സെട്ര ആർ യൂസ്ഡ് വെരി ഓഫൻ ബട്ട് ദ SI യൂണിറ്റ്സ് ആർ ക്വൈറ്റ് കോംപ്ലെക്സ്. Due to their complex expression, it becomes quite inconvenient to use them again and again. The derived SI units for such physical quantities have been assigned special names. Some of the physical quantities for whose SI units have been assigned special names are compiled in Table 3. അതായത് നമ്മൾ പറഞ്ഞു എല്ലാതൊന്നും എന്തല്ല SIൻ്റെ ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. ചിലതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്യും, ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് ഡിറൈവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറഞ്ഞു, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു. അത്തരത്തിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടുന്നത് ചിലതിൻ്റെയൊക്കെ യൂണിറ്റ്സ് നമുക്ക് പറയാനും അല്ലെങ്കിൽ യൂസ് ചെയ്യാനും അത് ഇൻകൺവീനിയൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ സൗകര്യപ്രദമാവില്ല. അപ്പം നമ്മൾ അത്തരത്തിലുള്ള യൂണിറ്റ്സിന് നമ്മൾ അതിന് പ്രത്യേകിച്ചൊരു നെയിം കൊടുക്കും.
അത്തരത്തിലുള്ള കുറച്ച് യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതുപോലെ സ്പെഷ്യലി അസൈൻഡ് ഉള്ള നെയിംസുമാണ് നമ്മൾ ഇനി പറയുന്നത്. അതിൽ ആദ്യം പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻസിൻ്റെ ഡിറൈവ്ഡ് SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. പക്ഷെ അതിന് കൊടുത്തിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള നെയിം എന്ന് പറയുന്നത് ഹേർട്സ് ആണ്. അതിൽ സിമ്പിൾ ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ H ആൻഡ് സ്മോൾ ലെറ്റർ Z. അടുത്തൊന്നാണ് ഫോഴ്സ് അല്ലെങ്കിൽ ബലം. ബലത്തിന് നമ്മൾ അതിൻ്റെ ഡിറൈവ്ഡ് SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ അതിന് നമ്മൾ സ്പെഷ്യലി അസൈൻഡ് ആയിട്ടുള്ള നെയിം എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അത് നമ്മൾ എന്ത് വെച്ചു? ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ട് അതിനെ സിംബലൈസ് ചെയ്യും. ഇനിയുള്ളത് പ്രഷർ ഓർ സ്ട്രെസ് ആണ്. അതിൻ്റെ ഡിറൈവ്ഡ് SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ഇൻവേഴ്സ് കിലോഗ്രാം ആൻഡ് ദെൻ സെക്കൻഡ് സ്ക്വയർ ഓർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിന് നമ്മൾ സ്പെഷ്യലി അസൈൻഡ് നെയിം എന്ന് പറയുന്നത് പാസ്കൽ ആണ്. അതിന് നമ്മൾ സിംബലൈസ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ P ആൻഡ് സ്മോൾ ലെറ്റർ A. ഇനി അടുത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എനർജി അല്ലെങ്കിൽ വർക്കാണ്. വർക്കിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനർജീനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിറൈവ്ഡ് SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷെ അതിൻ്റെ സ്പെഷ്യൽ നെയിം എന്ന് പറയുന്നത് ജൂളാണ്. അത് നമ്മൾ സിംബലൈസ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ J വെച്ചിട്ടാണ്. ഇനിയുള്ളത് പവറാണ്. പവറിൻ്റെ ഡിറൈവ്ഡ് യൂണിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഇനി അതിൻ്റെ സ്പെഷ്യൽ നെയിം എന്ന് പറയുന്നത് വാട്ടാണ്. വാട്ടിൻ്റെ സിംബലൈസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ W ആണ്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ളത് SI പ്രെഫിക്സസ് ആണ്. SI പ്രെഫിക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രെഫിക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ വലിയ വലിയ സംഖ്യകളിനെ നമ്മൾ ചുരുക്കിയിട്ട് എഴുതും. അതിനെയാണ് നമ്മൾ പ്രെഫിക്സസ് എന്ന് പറയുക. ഇൻ സയൻറ്റിഫിക് നൊട്ടേഷൻ ദ നമ്പേഴ്സ് ബിക്കം റിലേറ്റീവ്ലി ഈസിയർ ബട്ട് ആർ സ്റ്റിൽ നോട്ട് കൺവീനിയൻറ്റ് ബിക്കോസ് ദേ carry exponents. In order to simplify the numbers, further the SI system of the units have recommended the use of certain prefixes. These prefixes are used along with the SI units in such a way that the physical quantity being measured can be expressed as a convenient number, and the SI prefixes have been defined to cover a wide range of 10 to 24 to 10 plus 24 of a unit. അതായത് SI prefixes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന SI യൂണിറ്റിൻ്റെ സംഖ്യകൾ അതിൽ ന്യൂമറിക്കൽ പാർട്ട് നമ്മൾ വലുതായിട്ട് വരുമ്പോൾ അതിനെ നമ്മൾ ചെറുതാക്കും, അല്ലെങ്കിൽ 10ൻ്റെ ഘാതം ഇത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുതാക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10,000 യൂണിറ്റ് എന്ന് പറയാം. 10,000 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10 raised to എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ചുരുക്കി എഴുതും. അടുത്തുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? പ്രെഫിക്സസ് എന്ന് പറയുക. സോ നമ്മളിനി എങ്ങനെയാണ് പ്രെഫിക്സസ് യൂസ് ചെയ്യാം? ഹൗ ഡു വി യൂസ് SI പ്രെഫിക്സസ് എന്നാണ് പറയുന്നത്. അതിൽ നോ സ്പേസ് ഈസ് റിക്വയർഡ് ബിറ്റ്വീൻ ദ പ്രെഫിക്സ് ആൻഡ് ദ സിമ്പിൾ ഓഫ് ദി യൂണിറ്റ്. എക്സാമ്പിൾ നാനോഗ്രാം ഈസ് റിട്ടൺ as NG and not as N space G. അതായത് നമ്മൾ ഒന്നിൻ്റെ പ്രെഫിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ചുരുക്കി എഴുതി കഴിഞ്ഞാൽ അവ തമ്മിൽ ഒരു ഗ്യാപ്പ് വേണ്ട, അല്ലെങ്കിൽ ഒരു സ്പേസ് വേണ്ട എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ സിമ്പിൾസ് തമ്മിൽ ഒരു സ്പേസ് വേണം. അപ്പം നാനോഗ്രാം എന്നുള്ള ഒരു യൂണിറ്റിന് അല്ലെങ്കിൽ നാനോഗ്രാം എന്നുള്ള യൂണിറ്റ് നമ്മൾ പ്രെഫിക്സ് ആക്കി എഴുതുമ്പോൾ നമുക്ക് NG ആണ്. അപ്പോൾ അതിൽ N-ൻ്റെയും G-ൻ്റെയും ഇടയിൽ ഒരു സ്പേസ് വേണ്ട എന്നാണ് പറയുന്നത്. Then the prefixes are used only with the units and not alone. Example 10 micron does not convey anything. It has to be 10 micrometer or 10 microgram etc. അതായത് നമ്മൾ പ്രെഫിക്സസ് എപ്പോഴും യൂസ് ചെയ്യപ്പോഴാണ് അതിൻ്റെ യൂണിറ്റിൻ്റെ കൂടെയാണ്. അതായത് ഇപ്പോൾ 10 മൈക്രോ എന്നുള്ളത് 10 മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാല്യൂ ഇല്ലാത്തൊരു സംഖ്യയാണ്. പക്ഷെ ആ 10 മൈക്രോൻ്റെ കൂടെ മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോഗ്രാം എന്നൊക്കെ പറയുന്നത് കൂടെ അതിനൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്രാം അല്ലെങ്കിൽ മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള SI യൂണിറ്റിൻ്റെ കൂടെയാണ് SI പ്രെഫിക്സസ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുക. Then you can use only one prefix at a time. Example 10 to 12 gram is represented as 1 pg and not as 1 mmg. അതായത് ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു സംഖ്യയിൽ നമ്മൾ എപ്പോഴും ഒരൊറ്റ പ്രെഫിക്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. മോർ ദാൻ വൺ പ്രെഫിക്സസ് ആർ നോട്ട് അലോഡ്. അതായത് ഒന്നിലധികം പ്രെഫിക്സസ് ഒരു വാല്യൂവിൽ അലോഡ് അല്ല, യൂസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ദെൻ SI പ്രെഫിക്സ് ഇസ് നോട്ട് യൂസ്ഡ് വിത്ത് ദ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ്. അതായത് ടെമ്പറേച്ചറിൻ്റെ താപനില അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു യൂണിറ്റാണ് ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത്. ആ ഒരു യൂണിറ്റിൻ്റെ കൂടെ നമ്മൾ SI പ്രെഫിക്സസ് യൂസ് ചെയ്യാറില്ല. Then the power to which a prefixed unit is raised applies to the whole unit including the prefix. അതായത്
ഇപ്പോൾ നമ്മൾ ഒരു പ്രിഫിക്സിൻ്റെ കൂടെ അതിൻ്റെ പവർ യൂസ് ചെയ്യും. പവർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 10⁻², അല്ലെങ്കിൽ 10² 10³ അല്ലെങ്കിൽ 10⁴. അതിനെയാണ് നമ്മൾ എന്താ പറയുക, പവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു യൂണിറ്റിൻ്റെ കൂടെ പവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഹോൾ വാല്യൂവിനെ തന്നെ അത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഹോൾ വാല്യൂ അത് കൺസിഡേർഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 1 km² എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1000 മീറ്റർ ഹോൾ സ്ക്വയർ. അതായത് അവിടെ എന്ത് ചെയ്തു, ആ ഒരു സംഖ്യ അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ടോട്ടലായിട്ട് എന്ത് ചെയ്തു, പവർ ചെയ്തു. അതിനെയാണ് നമ്മൾ അടുത്തൊരു റൂളായിട്ട് പറയുന്നത്. ദെൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് SI പ്രെഫിക്സസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു അതിൻ്റെ മൾട്ടിപ്പിൾ, പിന്നെ അതുപോലെ അതിൻ്റെ പ്രെഫിക്സ്, പിന്നെ അതിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്നുള്ള രീതിക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ ഒരു കോളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ടാബിൾ എന്ന് പറയുന്നത്. ഇനിയുള്ളത് SI യൂണിറ്റ്സ്. നമ്മൾ പറഞ്ഞു SI യൂണിറ്റ്സ് പറഞ്ഞു, ഡിറൈവ്ഡ് യൂണിറ്റ്സ് പറഞ്ഞു, കഴിഞ്ഞിട്ട് SI പ്രെഫിക്സസ് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. പക്ഷേ ഈ ഒരു SI യൂണിറ്റ് എഴുതുന്ന രീതികൾ അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് അതിന് കുറച്ച് സയൻറ്റിഫിക്കലി റൂൾസ് തന്നെയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പം അത്തരത്തിലുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. While writing the value of physical quantity, the number and unit are separated by a space. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു SI യൂണിറ്റ് അല്ലെങ്കിൽ SI ക്വാണ്ടിറ്റിക്ക് എന്തുണ്ടായിരിക്കും, 2 പാർട്ട് അല്ലേ, ന്യൂമറിക്കൽ പാർട്ട് ഉണ്ടായിരിക്കും, യൂണിറ്റ് പാർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ന്യൂമറിക്കൽ പാർട്ടും യൂണിറ്റ് പാർട്ടിൻ്റെയും ഇടയിൽ ഒരു സ്പേസ് വേണം എന്നാണ് പറയുന്നത്. No space is given between number and degree Celsius or degree, minute and second of the plane angle. അതായത് നമ്മൾ പറഞ്ഞു യൂണിറ്റും ന്യൂമറിക്കൽ പാർട്ടും തമ്മിൽ ഒരു ഡിസ്റ്റൻസ്, ഒരു സ്പേസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ കേസിൽ ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് നമ്മൾ റെപ്രസ് ചെയ്യുമ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് എന്നുണ്ടായിരിക്കുമ്പോൾ ആ 10ൻ്റെയും ഡിഗ്രി സെൽഷ്യസിൻ്റെയും ഇടയിൽ ഗ്യാപ്പ് വേണ്ട, അല്ലെങ്കിൽ സ്പേസ് വേണ്ട. മൂന്നാമത്തെ ഒരു റൂള്, the symbols of the units are not changed while writing them in plural. എക്സാമ്പിൾ 10 mg is correct but not 10 mgs. അതായത് നമ്മൾ എല്ലാതും സംഖ്യകൾ ഇപ്പോൾ ന്യൂമറിക്കൽ പാർട്ടും യൂണിറ്റ് പാർട്ടും ഉണ്ട്. അപ്പോൾ ന്യൂമറിക്കൽ പാർട്ടിൽ അത് അതിൻ്റെ പ്ലൂറലോ അല്ലെങ്കിൽ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചൊന്നും നമ്മൾ യൂണിറ്റ്സിൽ ചേഞ്ച് വരത്തില്ല. അപ്പോൾ നമ്മൾ 1 മില്ലിഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 10 അത് 1 മാറി നമ്മൾ 10 എഴുതുമ്പോൾ ഇപ്പുറത്ത് എന്ത് എഴുതേണ്ടില്ല, 1 മില്ലിഗ്രാംസ് എന്ന് എഴുതണ്ട, അതെന്ത് തന്നെയാണ് 10 മില്ലിഗ്രാം എന്ന് തന്നെയാണ്. അതായത് യൂണിറ്റ്സിൻ്റെ പ്ലൂറൽ നമ്മൾ ഒരിക്കലും എഴുതാറില്ല. ഫോർത്ത് റൂൾ എന്ന് പറയുന്നത്, ദ സിംബൽസ് ഓഫ് ദി യൂണിറ്റ്സ് ആർ നോട്ട് ഫോളോഡ് ബൈ എ ഫുൾ സ്റ്റോപ്പ് എക്സെപ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് എ സെൻറ്റൻസ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ ഇടയിൽ നമ്മൾ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ എഴുതുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ 1 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 മീറ്റർ കഴിഞ്ഞിട്ട് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ആവശ്യമില്ല. ആ ഒരു സെൻറ്റൻസിൽ 1 മീറ്റർ ഡിസ്റ്റൻസ് എന്നുള്ള ആ ഒരു സെൻറ്റൻസ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുക്കേണ്ടതുള്ളൂ. Then in writing the SI unit obtained as a combination of units, a space is given between the symbols. Thus ms represent meter second while ms stands for millisecond. അതായത് 2 യൂണിറ്റ്സുകൾ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ യൂണിറ്റ് ആക്കി എഴുതാണ്. ആ ടൈമിൽ നമ്മൾ ആ ഒരു യൂണിറ്റ്സുകൾ തമ്മിൽ ഒരു സ്പേസ് കൊടുക്കണം. ആ യൂണിറ്റ്സുകൾ നമ്മൾ സ്പേസ് കൊടുക്കാതെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത് വേറൊരു രീതിക്ക് വായിക്കും. അതായത് ഇപ്പോൾ നമ്മളൊരു മീറ്റർ എന്നുള്ള യൂണിറ്റും സെക്കൻഡ് എന്നുള്ളൊരു യൂണിറ്റും കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു യൂണിറ്റ് എഴുതാണ്. അപ്പം നമ്മൾ ആ മീറ്ററിൻ്റെയും സെക്കൻഡിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യണം, സ്പേസ് കൊടുക്കണം. സ്പേസ് കൊടുക്കാതെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിനെ മില്ലി സെക്കൻഡ് എന്ന് വായിക്കും. സ്പേസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ മീറ്റർ സെക്കൻഡ് എന്നാണ് യൂസ് ചെയ്യുക. ഇനിയുള്ളൊരു റൂൾ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഇഫ് ദ യൂണിറ്റ്സ് ആർ written without leaving any space, the first letter may be taken as the prefix. For numbers less than unit 0 may be inserted to the left to the decimal point. അതായത് നമ്മളിപ്പോൾ ഒരു പോയിന്റ് ഇട്ടിട്ടാണ് സംഖ്യ, അല്ലെങ്കിൽ 0.928 ഗ്രാം എന്നുള്ളത് നമ്മളത് എഴുതുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വാല്യൂ എഴുതുമ്പോൾ 0.928 അവിടെ ആ സീറോക്ക് വാല്യൂ ഇല്ലെങ്കിൽ കൂടി ആ സീറോനെ നമ്മൾ അവിടെ കാണിച്ചിരിക്കണം. അതാണ് അതിൽ അടുത്തൊരു റൂൾ എന്ന് പറയുന്നത്. ഇനിയുള്ള റൂൾ എന്ന് പറയുന്നത്, സിംബൽസ് ഓഫ് യൂണിറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം പ്രോപ്പർ നെയിംസ് ആർ റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. വെൻ റിട്ടൺ ഇൻ ഫുൾ ദ യൂണിറ്റ് ഷുഡ് നോട്ട് ബി റിട്ടൺ ഇൻ ദ പ്ലൂറൽ. എക്സാമ്പിൾ 30.5 ജൂൾ ഓർ 30.5 ജൂൾ ഇസ് കറക്റ്റ് ബട്ട് നോട്ട് 30.5 ജൂൾസ് ഓർ 30.5 ജെ ഇസ് നോട്ട് കറക്റ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് എഴുതുമ്പോൾ 30.5 ജൂൾസ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളവിടെ എന്ത് ചെയ്യും, ജൂൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് ക്യാപിറ്റൽ ലെറ്റർ ജെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ 30.5 ക്യാപിറ്റൽ ലെറ്റർ ജെ ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. മറിച്ച് നമ്മൾ ജൂൾ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്, ജൂൾ എന്നല്ല നമുക്ക് എഴുതാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, 30.5 ജൂൾസ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് കറക്റ്റ് അല്ല. അതുപോലെ തന്നെ 30.5 സ്മോൾ ലെറ്റർ ജെ എഴുതി കഴിഞ്ഞാലും അത് കറക്റ്റ് അല്ല.
Then, when using powers with the unit name, the modifier squared or cubed is used after the unit name. CGS squared, second squared, gram cubed, etc. Area and volume are exception in such cases. The qualifier for the power comes first. Example, square, radiometer or cubic centimeter, etc. For representing unit symbols with negative exponent, the use of the solidus or per sign should be avoided. If used, no more than one solidus should be used. അതായത് അത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഒരു പെർ അല്ലെങ്കിൽ ആ ഒരു സോളിഡസ് എന്നുള്ള ആ റെപ്രസെൻറ്റ് ചെയ്യണം അതിൻ്റെ സിമ്പിൾ നമുക്ക് കൊടുക്കാം. പക്ഷേ കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ അത്തരത്തിൽ ഒരൊറ്റ യൂണിറ്റിൽ അത് മോർ ദാൻ വൺ ഒരൊറ്റ സോളിഡസേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിലേറെ പെർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? കിലോഗ്രാം സെക്കൻഡ് റേസ് ടു -2 എന്നാക്കിയിട്ട് നമുക്ക് അതിനെ എഴുതാൻ പറ്റും, ആ ഒരു പെർ എന്നുള്ളത് ഒഴിവാക്കിയിട്ട്. അപ്പം അതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് SI യൂണിറ്റ്സിന് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ തീരാണ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പറഞ്ഞു യൂണിറ്റ് മെഷർമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, മെഷർമെൻറ്റിൻ്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ മെഷർമെൻറ്റ് വിവിധ പീരീഡ്സിൽ ആൻഷ്യൻ പീരീഡ്സിലെ മെഷർമെൻറ്റ് പറഞ്ഞു, മെഡീവൽ പീരീഡ്സിലെ മെഷർമെൻറ്റ് പറഞ്ഞു, ബ്രിട്ടീഷ് റൂൾസിലെ മെഷർമെൻറ്റ് പറഞ്ഞു, അവിടേക്ക് ഇന്ത്യൻ മെഷർമെൻറ്റ് എങ്ങനെയായിരുന്നു പറഞ്ഞു, പിന്നെ ആൻഷ്യൻ വേസിലെ മെഷർമെൻറ്റിനെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ SI സിസ്റ്റത്തിലേക്ക് വരുന്നത്. SI സിസ്റ്റത്തിൽ നമ്മൾ SI യൂണിറ്റ് പറഞ്ഞു, ദെൻ ഡെറൈവ്ഡ് യൂണിറ്റ്സ് പറഞ്ഞു, SI പ്രിഫിക്സസ് പറഞ്ഞു, ദെൻ SI റൂൾസ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള റൂൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ചാപ്റ്ററാണ്, അതുപോലെ തന്നെ പഠിക്കാനും സുഖമാണ്. ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ സുഖമായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുള്ളൂ. എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാൻ നോക്കാം. താങ്ക് യു.